നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ വേറെ പല സബ്ജക്റ്റുകളിലും കേസ് മെൻറ്റർ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന അനന്ത സാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. സാർ, എങ്ങനെയാണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിനെ കുട്ടികൾ കാണേണ്ടത്? എന്താണ് ഈ ഒരു എൻ്റയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ട് അനന്തൻ സാർക്ക് കിട്ടിയ ഒരു ഇൻസൈറ്റ്? പൊതുവേ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് സ്റ്റുഡൻസിന് ഒരു പേടി സ്വപ്നമാണ്. അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഫാക്ട് അവർ മറന്നു പോകുന്നു, വർഷങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു രീതി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ, ഈ കുറച്ച് ബൈഹാർട്ട് പഠിക്കേണ്ടതുണ്ട്. ഫാക്ട് ഇല്ല എന്നല്ല, പൂർണ്ണമായും PSC ഒഴിവാക്കിയിട്ടില്ല. പ്രത്യേകിച്ച് ഈ പറഞ്ഞ 10th 12th മേഖലയിൽ അവർ ഒഴിവാക്കിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് നമുക്കുണ്ട് ഹിസ്റ്ററിയെ മൊത്തത്തിൽ. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ്സിൽ പഠിപ്പിച്ച് തുടങ്ങുന്നത് തന്നെ ഹിസ്റ്ററിയെ ഓരോ ചാപ്റ്റർ വൈസ് തുടങ്ങാനല്ല അവരെ പഠിപ്പിക്കുന്നത്. മൊത്തത്തിൽ ഹിസ്റ്ററി ഒരു ബേർഡ് ഐ വ്യൂ. അവർ മൊത്തത്തിൽ ഹിസ്റ്ററി എന്താണ്, മോഡേൺ ഹിസ്റ്ററിയുടെ ഒരു കഥ പോലെ നിങ്ങൾക്ക് ഒരു 10-15 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹിസ്റ്ററി പഠിക്കേണ്ടത് എപ്പോഴും അങ്ങനെയാണ്. ആ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. അത് ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഒരു ഘട്ടം എടുക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന രീതിയിൽ ഒരു മാറ്റം കണ്ടിട്ടുണ്ട്. മുമ്പാണെങ്കിൽ ഇപ്പോൾ ഒരു ഇന്ത്യൻ റെനൈസൻസ് എടുക്കുകയാണ്, നവോത്ഥാനം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓരോ ഓർഗനൈസേഷൻ തുടങ്ങി, ഇത് ആരാണ് തുടങ്ങിയത് അല്ലെങ്കിൽ തുടങ്ങിയ വർഷമായിരിക്കാം. ഇങ്ങനെയുള്ള ഫാക്ച്വൽ തലത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യനിൽ നിന്ന് മാറി ഒരല്പം കൂടെ ഡെപ്തിലേക്ക് പോകുന്നുണ്ട്. അതായത് ആ ഓർഗനൈസേഷൻസിന്റെ പ്രത്യേകതകൾ, അല്ലെങ്കിൽ ഇപ്പം ഗാന്ധിയൻ മൂവ്മെന്റ്സ് എടുക്കുകയാണെങ്കിൽ ആ മൂവ്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ, ആ മൂവ്മെന്റിന്റെ അതിന്റെ എന്താണ് കുറച്ചുകൂടെ അതിന്റെ കുറച്ച് ഡെപ്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെ, അല്ലെങ്കിൽ അതിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വന്നു തുടങ്ങുന്ന ഒരു സമയമാണിത്. അപ്പൊ നമ്മൾ ഇതിനെ മൊത്തത്തിൽ മനസ്സിലാക്കാനുള്ളത് ആ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും ആ ക്വസ്റ്റ്യൻസിനെ നല്ല രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. എലിമിനേഷൻ പോസിബിൾ ആണ്. ആ രീതിയിലാണ് ഇനി അങ്ങോട്ട് ഹിസ്റ്ററിയെ അപ്രോച്ച് ചെയ്യേണ്ടത്.